കാരണം കർത്താവ് തന്ന അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ മനുഷ്യത്തിന് മുമ്പാകെ ഇരിക്കുമ്പോൾ കർത്താവെ, അങ്ങയുടെ വചനമാണെന്നത് മനസ്സിലാക്കി കർത്താവെ ദൈവമേ, അതിന് കർത്താവ് ഏറ്റവും ഭക്തിയോടെയും കർത്താവ് പേടിയോടെയും വിറയലോടെയും ഞങ്ങൾ നിൽക്കുവാൻ തക്കവണ്ണം കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. താങ്ക് യു ലോർഡ്. യേശു കർത്താവിന്റെ നാമത്തിൽ ആമേൻ. ഈ ആഴ്ച പല സന്ദർഭങ്ങളിലായിട്ട് ദൈവം എന്നെ വാൺ ചെയ്ത് കുറച്ച് വാക്യങ്ങൾ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്ക് റോമൻസ് ചാപ്റ്റർ, റോമർ 14 അധ്യായം 4 വാക്യം ആദ്യം വായിക്കാം. റോമർ 14:4. മറ്റൊരുത്തന്റെ ദാസനെ വിധിപ്പാൻ നീ ആർ? അവൻ നിൽക്കുന്നതോ വീഴുന്നതോ സ്വന്തം യജമാനത്രേ. അവൻ നിൽക്കും താനും. അവനെ നിൽക്കുമാറാക്കുവാൻ കർത്താവിന് കഴിയുമല്ലോ. കർത്താവ് ഈ കഴിഞ്ഞ ദിവസം ഞങ്ങള് പലപ്പോഴും നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ ചിലപ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ ആയിരിക്കും, ചേർച്ചസിലായിരിക്കും, ജോലി സ്ഥലങ്ങളിലായിരിക്കും. ഇവിടെ എല്ലാം ചിലപ്പോൾ ചില ആൾക്കാര് തെറ്റായിട്ട് പെരുമാറും. അതായത് അവർ ചെയ്യേണ്ട പോലെ ആയിരിക്കത്തില്ല അവര് പെരുമാറുന്നത്. അപ്പൊ നമ്മൾ ഏറ്റവും എളുപ്പമായിട്ടുള്ള കാര്യം എന്താ? അവരെ വിധിക്കാന്ന് മാത്രമല്ല, അവരെ പറ്റി മോശമായിട്ട് ചിലപ്പോൾ നമ്മൾ മറ്റുള്ളവരോട് പറയും. മറ്റൊരുത്തന്റെ വചനം ഇങ്ങനെ പറയുന്നത്, മറ്റൊരുത്തന്റെ ദാസനെ വിധിപ്പാൻ നീ ആർ? അതിന് തൊട്ടു മുമ്പ് ഭക്ഷണം കഴിക്കുന്ന കാര്യങ്ങളാ. ഒന്നോട്ട് വായിക്കുക. സംശയ വിചാരങ്ങളെ വിധിക്കാതെ വിശ്വാസത്തിൽ ബലഹീനനായവനെ ചേർത്തുകൊള്ളുവീൻ. ഒരുവൻ എല്ലാം തിന്നാമെന്ന് വിശ്വസിക്കുന്നു, ബലഹീനനോ സസ്യാദികളെ തിന്നുന്നു. തിന്നുന്നവൻ തിന്നാത്തവനെ ധിക്കരിക്കരുത്, തിന്നാത്തവൻ തിന്നുന്നവനെ വിധിക്കരുത്. ദൈവം അവനെ കൈക്കൊണ്ടിരിക്കുന്നുവല്ലോ. മറ്റൊരുത്തന്റെ ദാസനെ വിധിപ്പാൻ നീ ആർ? കർത്താവ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നിരിക്കുന്ന ഒരു വചനമായി, ഒരു നിർദ്ദേശമാണ്. പലപ്പോഴും നമ്മൾ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ ഒരു ടെൻഡൻസിയാ അവരെ വിധിക്കാനായിട്ട്. അവർ ഏതെങ്കിലും രീതിയിൽ ബലഹീനമായിരിക്കും. കർത്താവ് അവരെ കൈക്കൊണ്ടിട്ടുണ്ട്. നമുക്ക് ചെയ്യാനുള്ളത് കർത്താവ് കൈക്കൊണ്ട പോലെ നാമും അവരെ കൈക്കൊള്ളുക എന്നുള്ളതാണ്. അതുപോലെ 4 വാക്യം, അവൻ നിൽക്കുന്നതോ വീഴുന്നതോ സ്വന്തം യജമാനത്രേ. അവൻ നിൽക്കും താനും. അതാ ഞാൻ വിചാരിച്ചു, അവൻ നിൽക്കും താനും. ദൈവം അവനെ നിൽക്കുമാറാക്കും. അവനെ നിൽക്കുമാറാക്കുവാൻ കർത്താവിന് കഴിയുമല്ലോ. ഇതേ കാര്യം തന്നെ താഴോട്ടും പറയുന്നത് 10 വാക്യം പറയാം. എന്നാൽ നീ സഹോദരനെ വിധിക്കുന്നത് എന്ത്? അല്ല, നീ സഹോദരനെ ധിക്കരിക്കുന്നത് എന്ത്? നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. 12 വാക്യം, ആകയാൽ നമ്മൾ ഓരോരുത്തരും ദൈവത്തോട് കണക്ക് ബോധിക്കേണ്ടി വരും. അതുകൊണ്ട് നാം ഇനി അന്യോന്യം വിധിക്കരുത്. സഹോദരന് ഇടർച്ചയോ തടങ്കലോ വെക്കാതിരിക്കാൻ മാത്രം ഉറച്ചുകൊള്ളി. അപ്പൊ ഇത് ഒരു ഭക്ഷണം കഴിക്കുന്ന കോണ്ടെക്സ്റ്റിലാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളതെങ്കിലും കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന നിർദ്ദേശമാണ്. അതായത് നമ്മൾ ചെയ്യുന്ന പോലെ വേറൊരാൾ ചെയ്യാത്തപ്പോൾ അവരെ വിധിക്കാൻ പാടില്ല. അതിന്റെ കാരണം എന്താന്ന് ദൈവം എന്റെ മനസ്സിൽ ഓർപ്പിച്ചെന്നൊരു വാക്യം, അടുത്ത വാക്യം വായിക്കട്ടെ. 1 കൊരിന്ത്യർ 15 അധ്യായം അതിന്റെ 10 വാക്യം. 1 കൊരിന്ത്യർ 15:10. എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാൽ ആകുന്നു, എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതുമില്ല. അവരെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു. പൗലോസ് പറയുന്നത്, എന്നാൽ ഞാനല്ല, എന്നോട് കൂടെയുള്ള ദൈവകൃപയത്രേ. ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു, എങ്കിലും ഞാനല്ല, എന്നോട് കൂടെയുള്ള ദൈവകൃപയത്രേ. ഏതെങ്കിലും കാര്യത്തിൽ ഒരു നമ്മള് മറ്റുള്ളവരെക്കാട്ടിലും ഒരു മെച്ചമായ രീതിയിൽ നമ്മൾ പെരുമാറിയെന്നുണ്ടെങ്കിൽ അത് ദൈവകൃപ മാത്രമാണ്. നമ്മളായിരിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ കാര്യവും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ദൈവകൃപയാൽ മാത്രമേ ആകുന്നത്. ഇത് നമ്മൾ ഒരിക്കലും മറക്കരുത്. കർത്താവ് എന്നെ എപ്പോഴും ഇത് ഓർപ്പിക്കേണ്ടി വരും. പലപ്പോഴും നീ ആകുന്നത് ദൈവകൃപയാലാണ്. എപ്പോഴും ഞാൻ ഈ വാക്യം ഓർക്കും.
അതുകൊണ്ട് നമുക്ക് പുകഴാനായിട്ട് ഒന്നുമില്ല, ഒരു കാര്യമില്ല പുകഴാനായിട്ട്. കാരണം ദൈവകൃപയാല നമ്മൾ ഇന്ന് എഴുന്നേറ്റ് നിൽക്കുന്നതോ സംസാരിക്കുന്നതോ ഉച്ചരിക്കുന്നതോ. ഞാന് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ 2 പേരുടെ, ഒരാളുടെ ഫാദർ മരണപ്പെട്ടു, വേറൊരാളുടെ ഫാദർ തീരെ സുഖമില്ലാതിരിക്കുക. ഞാൻ ഓർക്കുക, ഞങ്ങൾ കാണാൻ പോയിരുന്നു. ഞാൻ ഓർക്കുക, ഒരു നിമിഷം അല്ലെങ്കിൽ ആ അസുഖം വരുന്നതിന് മുമ്പ് വരെ ഒരു പൂർണ്ണ ആരോഗ്യത്തോടെ ഇരുന്ന ആൾക്കാർ, പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ മരിച്ചു. അപ്പം നമ്മൾ അല്ലെങ്കിൽ ഒരു അസുഖം വരുന്ന ഒരാൾ ഇരുന്നാൽ നമ്മൾ അവരെ പിന്നെ വിധിക്കാനും പ്രയാസപ്പെടുത്താനും പോകും. പിന്നെ അവർക്ക് നമ്മൾ അവരോട് സ്നേഹമായിട്ടും കരുണയായിട്ടും മാത്രമേ പെരുമാറുള്ളൂ. പക്ഷെ അപ്പോഴത്തേക്ക് അവര് ആ സ്നേഹവും കരുണയും ലഭിക്കാനായിട്ടുള്ള മനസ്സിലാക്കുന്ന സമയം കഴിഞ്ഞു. കാരണം അവരുടെ വേദനയില്ല, ഒരു മരണത്തോട് അടുത്തിരിക്കുക. അപ്പോൾ നമ്മള് എപ്പോഴും ഈ കാര്യം എന്റെ മനസ്സിൽ വരും. ഒരാൾ ജീവനോടെ ഇരിക്കുമ്പം സ്നേഹത്തോടെയും കരുണയോടെയും മനസ്സലിവോടെയും ദൈവം എനിക്ക് തന്നതുള്ളത് ദൈവകൃപയാന്ന് ഓർത്തിട്ട് മറ്റുള്ളവരോട് പെരുമാറാൻ. നമുക്ക് 1-2 വാക്യം കൂടെ വായിക്കാം. എഫേസ്യ ലേഖനം അതിന്റെ 5-ാം അധ്യായത്തിന്റെ 22 നമ്മൾ എപ്പോഴും കല്യാണങ്ങൾക്കൊക്കെ വായിക്കുന്ന വാക്യം. അതിന് തൊട്ട് മുമ്പലത്തെ വാക്യം, ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പി. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പി. കാരണം നമ്മള് റോമലേഖനത്തിൽ വായിച്ചായിരുന്നു, നമ്മൾ പറയുന്ന ഓരോ വാക്കിനും നമ്മുടെ എല്ലാ ആറ്റിറ്റ്യൂഡിനും നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. 1 ശമൂവേൽ ഇന്നലെ ഞാൻ വേറൊരു സഹോദരിയുമായിട്ട് 1 ശമൂവേൽ 16 ഡിസ്കസ് ചെയ്യുമായിരുന്നു. അതിനകത്തൊരു വാക്യമുണ്ട്, ഗോഡ് ലുക്സ് അറ്റ് ദ ഹാർട്ട്. നമ്മൾ നോക്കുന്ന ഔട്ട്വേർഡ് അപ്പിയറൻസ്, ഗോഡ് ലുക്സ് അറ്റ് ദ ഹാർട്ട്. ചിലപ്പോൾ ഒരാൾ ഒരു രീതിയിൽ ബിഹേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു സമയത്ത് ചിലപ്പോൾ ചില കാര്യങ്ങൾ മറന്നുപോയെന്നിരിക്കാം, നമ്മൾ അവരെ പറഞ്ഞേൽപ്പിച്ചത്. ചിലപ്പോൾ അവർക്ക് ആ സമയത്ത് സുഖമില്ലാഞ്ഞിട്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ ഉടനെ അവരെ വിധിക്കും ഏതെങ്കിലും രീതിയിൽ. പക്ഷെ കർത്താവ് അവരുടെ ഹൃദയം കാണും. ഹൃദയം കാണുന്ന കർത്താവ് അവരെ വിധിക്കത്തില്ല, അവരെ സ്നേഹത്തോടെ ചേർത്ത് കൊള്ളത്തേ ഉള്ളൂ. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷത്തില് അവസാന അധ്യായത്തില് പത്രോസ് ചോദിക്കുന്നുണ്ട് കർത്താവിനോട്, ഇയാളുടെ കാര്യം എങ്ങനെയാന്ന്. അപ്പൊ കർത്താവ് പറയുന്നത്, അയാളുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം, നീ നിന്റെ ജീവിതം ജീവിക്കുക. ഇതൊക്കെ എപ്പോഴും എന്നെ ദൈവം ഓർപ്പിക്കേണ്ടി വരുന്ന വാക്യങ്ങളാണ്. ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെടാൻ പറയുമ്പോൾ ഏറ്റവും മോശമായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ എങ്ങനെ കീഴ്പ്പെട്ടിരിക്കുന്നത്? കർത്താവിനെ അങ്ങ് ഒബേ ചെയ്യുക. നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, എസ്പെഷ്യലി സഹോദരിമാരോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ ഭർത്താക്കന്മാർ വചനം അനുസരിക്കാത്ത പക്ഷം അങ്ങനെ ആയാൽ പോലും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നാ പറഞ്ഞിരിക്കുന്നത്? സ്നേഹത്തോടെയും ഭക്തിയോടെയും ആദരവോടെയും കീഴ്പ്പെട്ടിരിക്കുക. അല്ലാത്ത സാഹചര്യങ്ങൾ വരാം, അല്ലാത്ത ടെംപ്റ്റേഷൻസ് വരാം തിരിഞ്ഞാകാനായിട്ട്. പക്ഷെ കർത്താവിന്റെ കൽപ്പന എന്തുവാ? കർത്താവിന്റെ കൽപ്പന കീഴ്പ്പെട്ടിരിക്കാന്, വചനം അനുസരിച്ചില്ലെങ്കിൽ പോലും. അതേ ടോണിലാണ് കർത്താവ് ഇവിടെ പറയുന്നത്, ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ചിന്തിക്കുമായിരുന്നു, നമ്മളെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ എങ്ങനെയാ കീഴ്പ്പെട്ടിരിക്കുന്നത്. അപ്പൊ എന്റെ മനസ്സിൽ ദൈവം തന്നത്, കർത്താവിനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്ത പോലെ ആരെയെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ടോ? വലിയവനായ ദൈവം, ഈ ഭൂമണ്ഡലത്തെ ഉണ്ടാക്കിയ ദൈവം. ഞങ്ങൾ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ചേർച്ചിൽ, ഒരു കല്യാണത്തിനും ചേർച്ചിലും ഒക്കെ ഞങ്ങൾ കേട്ട ഒരു കാര്യമായിരുന്നു. അതായത് ഈ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുക, ഈ ഗാലക്സി, ഈ സോളാർ സിസ്റ്റം ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. എത്രയോ വലിയൊരു കണക്ക് പറഞ്ഞ് എനിക്ക് തോന്നുന്നു 1800 മൈൽസ് പെർ അവറിലാണ്. നമ്മൾ ഇവിടെ ഇരുന്ന് അറിയുന്നുണ്ടോ അതിന്റെ ഈ ചലനം? നമ്മൾ ചുമ്മാ വീട്ടിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, പുറത്ത് കയറി വണ്ടി ഓടിക്കുക. ആക്ച്വലി നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിന്റെ നിലയിൽ നിർത്തുന്ന ദൈവമാണ് മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്നപ്പോൾ എല്ലാ തെറ്റിദ്ധാരണയിലും എല്ലാ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും. ഇങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? പാപികൾക്ക് വേണ്ടി ജീവൻ തരാൻ വന്ന ദൈവത്തെ പാപികളായ മനുഷ്യര് നമ്മൾ അതിനകത്ത് ഉൾപ്പെടും. നമ്മൾ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളും ചെയ്തേനെ. ക്രൂശിച്ചു. ദാരുണമായ മരണത്തിൽ കൂടി യേശു കർത്താവ് കടന്നുപോയി. ഒരിക്കലും യേശു കർത്താവ് പറഞ്ഞില്ല,
അയ്യോ നിങ്ങൾ എന്തോ ചെയ്യുന്നത്, ഞാൻ തന്നെ നീതീകരിക്കാൻ നോക്കിയില്ല, ന്യായീകരിക്കാൻ നോക്കിയില്ല. കർത്താവ് പറഞ്ഞത്, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. സോ ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ നമ്മളോട് മോശമായിട്ടോ തെറ്റായിട്ടോ അറിഞ്ഞോണ്ടോ അറിയാതെ ഇടപെട്ടാൽ കർത്താവ് പറയുന്നത് അവരെ വിധിക്കണ്ട, വേറൊരു ഭാഗത്തുണ്ട് നമ്മളെ തന്നെ വിധിക്കാനാണ്. നമ്മുടെ കാര്യങ്ങൾ ജീവിതത്തിൽ എന്തൊക്കെ തെറ്റുണ്ട് എന്നിട്ട് അന്യോന്യം കീഴ്പ്പെട്ടിട്ട്. ഒരു വാക്യം കൂടെ വായിക്കാം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 1 തൊട്ട് 4 വരെ. ഈ ലേഖനത്തിൽ തന്നെ 4-ാം വാക്യത്തില് 4-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്. 4:2 ആദ്യം വായിക്കും. കർത്താവിൽ ഏക ചിന്തയോടിരിപ്പാൻ ഞാൻ യുവതിയെയും സുന്ദുക്കെയും പ്രബോധിപ്പിക്കുന്നു. സാക്ഷാൽ ഇണയായിയുള്ളവയെ അവർക്ക് തുണ നിൽക്കണം എന്ന് ഞാൻ നിന്നോടും അപേക്ഷിക്കും. അതായത് ഈ 2 സഹോദരിമാരോടും പൗലോസ് പരിശുദ്ധാത്മാവിൽ പറയുക, ഏക ചിന്തയോടിരിപ്പാൻ, ലിവ് ഇൻ ഹാർമണി ഇൻ ദ ലോർഡ്. എന്നിട്ട് ഈ 2-ാം അധ്യായം വായിക്കാം. ഇനി 2-ാം അധ്യായത്തിന്റെ 1 തൊട്ട് 3 വരെ വായിക്കാം. ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ, ആത്മാവിന്റെ വല്ല കൂട്ടായ്മയുണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സലിയും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം പൂണ്ട് ഐകമത്യപ്പെട്ട് ഏക ഭാവമുള്ളവരായി. ഇതൊന്ന് ആലോചിച്ച് നോക്കി, എന്തൊക്കെയാ പറയുന്നത് ഇവിടെ. ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കുകയും ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുകയും. ഈ വചനം എപ്പോഴും കർത്താവിനെ പിന്നെയും ഓർപ്പിക്കേണ്ടി വരുന്ന ഒരു വാക്യമാണ്. മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുകയും. കർത്താവ് ഇവിടെ പറയുക, നിങ്ങൾ വേറെ, നമുക്കറിയാം 1 കൊരിന്ത്യർ 13 സ്നേഹത്തിനെ പറ്റി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ആ കോണ്ടെക്സ്റ്റിൽ തന്നെ പറയുക, ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം കൊണ്ട് ഏക ഭാവമുള്ളവരായി. അതിന് മുമ്പില് ഐകമത്യം. കർത്താവ് ഇതാ പറഞ്ഞു. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വർക്ക് സിറ്റുവേഷനിൽ കണ്ട ഒരു കാര്യമായിരുന്നു. ഒരു സഹോദരി വേറൊരു രണ്ട് ആൾക്കാർ തമ്മിൽ, വർക്ക് പ്ലേസിലുള്ള ആൾക്കാർ അന്യോന്യം പ്രയാസങ്ങളാണ്. അത് എത്ര പറഞ്ഞാലും അത് മാറുന്നില്ല. എപ്പോഴും ഒരുമിച്ച് വർക്ക് ചെയ്യേണ്ടി രണ്ടാൾക്കാർ എല്ലാ സമയവും എന്തോ പറയുന്നത്, മൗനമായിട്ടായിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കത്തില്ല. അവർ ഒരുമിച്ച് വർക്ക് ചെയ്യേണ്ടതാ. പക്ഷെ ഒരാള് ഹൃദയത്തിൽ വെച്ചിട്ടിരിക്കുക, മറ്റേ ആള് ഹൃദയത്തിൽ വെച്ചിട്ടിരിക്കുക, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടത്തില്ല. എസ്പെഷ്യലി ആക്ച്വലി ഒരാൾ വിശ്വാസിയാണ്. അപ്പൊ ഇങ്ങനെ കുറെ ദിവസങ്ങൾ കടന്നുപോയി, എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ല. കൗൺസിൽ ചെയ്ത് നോക്കി, എല്ലാം ചെയ്ത് നോക്കി. പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു ദിവസം ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളെ പ്രേരിപ്പിച്ചിട്ട്, എസ്പെഷ്യലി ആ വിശ്വാസിയായിട്ടുള്ള സഹോദരിയോട് പറഞ്ഞു, അവളെ വിഷമിക്കേണ്ട, ദൈവം സഹായിക്കും, ദൈവം ഈ കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്തു തരും. മാജിക് എന്ന പോലെ അവരുടെ എല്ലാ പ്രയാസങ്ങളും ഞങ്ങളത് പറഞ്ഞതോടെ ദൈവം അതിശയമായിട്ട് മാറി. അത് കഴിഞ്ഞിട്ട് വേറെ ഒരാൾ ഇങ്ങോട്ട് വന്നു പറഞ്ഞു, അയ്യോ മാഡം എന്തു പറ്റി, അവര് ഇങ്ങനെ ചിരിക്കുവാന്നല്ലോ സാർ, സൂര്യന്റെ ഇതുപോലെ ചിരിക്കുവാന്നല്ലോ. അപ്പൊ ഞങ്ങൾ ഓർക്കുമായിരുന്നു, ദൈവമേ ഞങ്ങൾ എത്ര തെറ്റാ ചെയ്തത്, ഇത്രയും നാള് ഞങ്ങൾ വിധിക്കുക ചെയ്തോണ്ടിരുന്നത്. എന്നാൽ ദൈവത്തിന്റെ സ്നേഹം ഞങ്ങൾ കൊടുത്തപ്പോഴത്തേക്ക് വന്ന ആ മാറ്റം ഞങ്ങൾക്ക് പറയാൻ വയ്യ. ഞങ്ങള് എത്രയോ തെറ്റിപ്പോയെന്ന് ഞങ്ങൾ ചിന്തിക്കുകയാണ്. ഞാൻ വായിച്ച വാക്യങ്ങൾ ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിച്ചിട്ട് അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ വാക്യങ്ങൾ എന്നോട് തന്നെ ഞാൻ വായിക്കുന്ന വാക്യങ്ങളാണ്. നമുക്കൊന്നുകൂടെ വായിക്കാം. റോമർ 14 ആദ്യം വായിച്ചു. 14:4. മറ്റൊരുത്തന്റെ ദാസനെ വിധിപ്പാൻ നീ ആർ? അവൻ നിൽക്കുന്നതോ വീഴുന്നതോ സ്വന്തം യജമാനത്രേ. അവൻ നിൽക്കും താനും, അവനെ നിൽക്കുമാറാക്കുവാൻ കർത്താവിന് കഴിയുന്നു. ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ തെറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മൾ ആ തെറ്റ് വേറൊരാളോട് പറയാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. അവന് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് അവനെ നിൽക്കുമാറാക്കും. എന്തൊരു സന്തോഷം നമുക്ക്. ആ കർത്താവ് ചെയ്യാൻ ഒരാൾ തെറ്റിപ്പോകുമ്പോൾ കർത്താവ് അവരെ നമ്മുടെ ആരോടും പറയാതുള്ള ഹൃദയത്തിലുള്ള പ്രാർത്ഥന കൊണ്ട് അവരെ നിൽക്കുമാറാക്കുന്നത് കണ്ട് നമുക്കത് ഓർത്ത് സന്തോഷിക്കാം. താഴോട്ട് വരുമ്പോൾ 10-ാം വാക്യം നമ്മൾ വായിച്ച്, നാം എല്ലാവരും ദൈവത്തിന് ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരും. 12. ആകയാൽ നമ്മിൽ ഓരോരുത്തരും ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും.
അതുകൊണ്ട് നാം ഇനി അന്യോന്യം വിധിക്കരുത്. സഹോദരന് ഇടർച്ചയോ തടങ്ങലോ വയ്ക്കാതിരിപ്പാൻ മാത്രം ഉറച്ചുകൊള്ളുകയും. അത് കഴിഞ്ഞ് നമ്മൾ വായിച്ചത് എഫേസ്യ ലേഖനം 5-ാം അധ്യായമാണ്. അതിന്റെ 21-ാം വാക്യം. ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുന്ന ആൾക്ക് ഒരിക്കലും വിധിക്കാനായിട്ട് കർത്താവ് അവകാശം തന്നിട്ടില്ല. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 2-ാം ഫിലിപ്പിയ ലേഖനം 2 സഹോദരിമാരോട് പൗലോസ് പറയുക, പരിശുദ്ധാത്മാവിൽ കർത്താവിൽ 4:2 ഏക ചിന്തയോടിരിപ്പാൻ ഞാൻ യുവതിയെയും സുന്ദുകയെയും പ്രബോധിപ്പിക്കുന്നു. 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെ ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വല്ല ആശ്വാസം ഉണ്ടെങ്കിൽ. ഞാൻ അപ്പോ ഓർത്തു, ആ സഹോദരിയോട് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചപ്പോൾ അവർ ആശ്വാസം കൈക്കൊണ്ടു. അത് കഴിഞ്ഞിട്ടുള്ള ആ പ്രിയ സഹോദരിയുടെ ജീവിതം എന്ന് പറയും, അറ്റ്ലീസ്റ്റ് ഇടപാട് നമ്മളോടും ബാക്കിയുള്ളവരോടും ഒക്കെയുള്ള ഇടപാടങ്ങ് വളരെ വ്യത്യാസമായി. സ്നേഹത്തിന്റെ ഒരു വാക്ക് പറഞ്ഞപ്പോൾ എപ്പോഴും എന്റെ മനസ്സിൽ വരുന്നത് യോഹന്നാൻ 21-ാം അധ്യായമാണ്. കർത്താവ് പത്രോസിന് ഒരു വാക്ക് വഴക്ക് പറഞ്ഞില്ല താൻ ചെയ്ത തെറ്റിന്. തീർച്ചയായിട്ടും വഴക്ക് പറയാനായിട്ടുള്ള എല്ലാ അധികാരവും കർത്താവിനുണ്ട്. കർത്താവാ. കർത്താവിനെ തള്ളി പറഞ്ഞു. ശിഷ്യന്മാര് ഉയർത്തെഴുന്നതിന് ശേഷം കണ്ടതിന് ശേഷം ബാക്കിയുള്ള ആൾക്കാരെ വിളിച്ചുകൊണ്ട് മീൻ പിടിക്കാനായിട്ട് പോയി. പിന്മാറ്റത്തിലേക്ക് പോയി. കർത്താവ് പറഞ്ഞില്ല, പത്രോസെ നിന്നിൽ ഞാൻ എത്രമാത്രം നിക്ഷേപിച്ചു, എത്രമാത്രം നമ്മൾ പറയുന്ന കാര്യങ്ങളാ, എത്രമാത്രം ഐ ഹാവ് ഇൻവെസ്റ്റഡ് ഇൻ ദാറ്റ് പേഴ്സൺ, ഇത്രയും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് മനസ്സിലാവും. കർത്താവ് ഒന്നും പറഞ്ഞില്ല. കർത്താവ് ഭക്ഷണം പാചകം ചെയ്തു. അതെന്തു കാണിക്കുന്നു? സ്വന്തം കയ്യാലെ സ്നേഹമാ കാണിക്കുന്നത്. ആ സ്നേഹത്തോടെ ഭക്ഷണം പാകം ചെയ്തിട്ട് കർത്താവ് വലിയ ശുശ്രൂഷകൾ ഏൽപ്പിക്കുക ചെയ്യുന്നത്. ഇതല്ലേ നമ്മുടെ റോൾ മോഡൽ. ആ കർത്താവ് ഇവിടെ പറയുക, ക്രിസ്തുവിൽ വല്ല പ്രബോധനം ഉണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വല്ല ആശ്വാസം ഉണ്ടെങ്കിൽ, ആത്മാവിന്റെ വല്ല കൂട്ടായ്മയുണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സലും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി, ഏക സ്നേഹം പൂണ്ട്, ഐകമത്യപ്പെട്ട്, ഏകഭാവമുള്ളവരായി, വാക്കുകളിൽ മാത്രമല്ല ഏകഭാവമുള്ളവരായി ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കുന്നു. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കർത്താവ് തെറ്റിപ്പോകുന്ന ആൾക്കാരെ നിൽക്കുമാറാക്കും. ആ നിൽക്കുമാറാക്കുന്നത് നമ്മുടെ പ്രാർത്ഥന കൊണ്ടായിരിക്കും. മറ്റുള്ളവരോട് പറഞ്ഞ് നമ്മളത് വഷളാക്കുന്നതല്ല. കർത്താവ് അവരെ നിൽക്കുമാറാക്കും. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിച്ച് ദൈവം ശുശ്രൂഷ അവസാനിപ്പിക്കും. കർത്താവേ, ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ വചനം കേൾക്കുന്ന സമയത്തിന് നന്ദി പറയുന്നു. കർത്താവേ, കേട്ട വിലപ്പെട്ട ആലോചനയ്ക്ക് സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ ഭാഗത്ത് പലപ്പോഴും കുറവുകളുള്ളവരാണെന്ന് സമ്മതിക്കുന്ന കർത്താവേ, ഞങ്ങൾ മറ്റുള്ളവർക്ക് ഇരിക്കുന്നവരും ഞങ്ങളുടെ കുറവുകൾ കാണാത്തവരുമായി തീരുന്ന കുറവ് ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേട്ട വചനങ്ങളോളം ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ, മറ്റുള്ളവരും ശ്രേഷ്ഠം എണ്ണുവാൻ, കർത്താവേ, ക്രിസ്തുവിന്റെ ഭാവം ഞങ്ങൾക്ക് ഉണ്ടാകുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നായിക വചനം കൊടുത്തോണ്ട് സ്തോത്രം. രമ്പയിൽപ്പെട്ടവരെ കൂട്ടിക്കൊണ്ടുവന്നോട് നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, കേട്ട വചനങ്ങൾ എല്ലാവർക്കും അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയെ ബലപ്പെടുത്തിക്കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇനിയും കേൾക്കുന്നവർക്കും അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിക്കണം കർത്താവേ. ഇനി ഞങ്ങൾ കൂടുന്നവരെ ഒട്ടച്ചെറ എന്ന് പറഞ്ഞ് ഞങ്ങളെ സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ഞങ്ങളെ സഹായിക്കണം സ്തോത്രം. പ്രിയാത്ത സാന്നിധ്യം നിറയ്ക്കണം പ്രാർത്ഥന കിട്ടിയ സ്തോത്രം. എല്ലാം ഈ താഴ്മ വെക്കണം. ആമേൻ. പ്രൈസ് ദി ലോർഡ്.